സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞിട്ട് ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ലല്ല അത് ചെയ്യും. അല്ലല്ല അതുപോലെ ആയ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കേ. അത് ചോദിക്കൂലല്ലോ, ആകെ ചോദിക്കാമല്ലോ. അല്ല അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ, അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ. ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഞാനതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനാണ് ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാനതിലൊന്നും വീഴില്ല. അത്രയും ചോദ്യങ്ങളുണ്ട്. എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനും ആ വാർത്ത വായിക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ് വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. പരാതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ പരാതിയില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പോലീസ് പരിശോധിച്ച് ചെയ്യും. അല്ല അത് വാർത്തകളിങ്ങനെ വരുമല്ലേ, നിങ്ങൾ കുറച്ചുകൂടി കൊണ്ടുപോകാം പുറത്തേക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറയുന്നത്. 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷമൊക്കെ അല്ലേ പറയില്ല. അതിലൊക്കെ കയറി നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാം. കുറച്ചുകൂടി അങ്ങോട്ട് ഈ മൈക്രോസ്കോപ്പിക് ലെൻസ് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് ആ CPM-ൻ്റെ അവിടെ കുറച്ച് ഇപ്പുറത്തൊക്കെ ഒന്ന് വെക്കി. ഇങ്ങോട്ട് മാത്രം വെച്ചുകൊണ്ടിരിക്കല്ലേ. വാടക ഏത് വാടക കരാർ? അത് നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാന്നേ. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. കരാർ ക്യാൻസൽ ചെയ്താൽ അപ്പം അറിയിക്കുക. പോരെ? അല്ല പോരെ? അല്ല അത് പോരെ? ഞാൻ പറഞ്ഞിട്ടില്ല. വരട്ടെ, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് മുൻ ആരോഗ്യമന്ത്രിയെ കൂടി നടപടികൾ കൂടി അന്വേഷിക്കുമെന്ന് പറയാമോ? ഞാനങ്ങനെ പറയാമോ? ഞാനല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. പരാതി വന്നാൽ പോലീസ് അന്വേഷിച്ച് ആ കാര്യം തീരുമാനിക്കും. ആരെല്ലാമാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ്, അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ, തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ആരാണ് അത് നടത്തിയത്, പ്രൊസീജിയർ ലാപ്സ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കട്ടെ. അല്ലാതെ ഈ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ തീരുമാനം എന്നെക്കൊണ്ട് പ്രഖ്യാപിപ്പിക്കില്ലേ. നിങ്ങൾ എന്തൊക്കെ ചോദിക്കണേ, എന്തായി ചോദിക്കുന്നത്? I don't know. I will examine whether the police has received some complaints or not. I will check. I don't know. BJP is talking about a corruption-free, and they have been saying again and again that both the LDF and UDF is corrupt. At that time, such allegations are coming. What do you have to say on that? Let us check what is happening there. Can you also brief us the cabinet briefings in English, please? Cabinet briefings in English, the cabinet decisions in English, the high-speed rail. High-speed rail, the DMRL, Delhi Metro Rail Corporation, has submitted a project before the government. The government appointed a expert committee, including environment, railway and financial expert. They submitted a report before the government today. They are recommending that the report submitted by the DMRL is incomplete. There was no environment impact study. One thing. Second, there is no economic model in this project. And they have not studied about the viability and feasibility of the project. Fourth, only passenger services
are included in the proposal. When the government declared a policy to develop various ports and airports, the connectivity and logistics is very important. There is no mention about the logistics in this proposal. So this is an incomplete proposal. Government themselves have to examine various factors. Before preparing a DPR, government should not go for land acquisition and freezing of the land and other proceedings. So before preparing the DPR, the government has to examine various factors, the financial viability, the environment impact, and a number of passengers, number of possible passengers, and the possibility for the logistics. All these factors should be examined. Then only, if the government satisfied with all these facts, then only the government can direct the DMRL for preparing a detailed project report. This is the recommendation.